وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحابه الموفين أحدا ما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ സുന്നി പ്രവർത്തകരെ, വളരെ വൈകിയ ഈ വേളയിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയണമെന്ന് കരുതി വന്നതായിരുന്നു. ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ ഹദറത്തിൽ പറച്ചിൽ മുമ്പേ വളരെ രസമുള്ള ഒരു കാര്യമാണ്. അത്ഭുതങ്ങളുടെ കലവറയായ മഹാനായ ഒരു പ്രവാചക പ്രേമി, ഇതായിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവർകൾ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പെരുവള്ളൂര് ഇല്ലത്തുമാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദിനെ ഒരു ദിക്ർ ദുആ പരിപാടിയിലേക്ക് ദുആ ചെയ്യാൻ വിളിച്ചു. ഉസ്താദ് പ്രതീക്ഷിച്ചതിലും മുമ്പായി തന്നെ പള്ളിയിലെത്തി. അവിടുത്തെ പള്ളിയിലാണ്ട് കയറി ഷർട്ടൊക്കെ കണ്ട് കഴിച്ചിട്ട് ഉസ്താദ് സുഖമായിട്ട് കിടക്കാൻ തുടങ്ങി. ആര് വിളിച്ചിട്ടും ഉസ്താദ് പരിപാടിക്ക് വരുന്നില്ല. വയല് പറയാനുള്ള ഉസ്താദ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ പ്രസംഗമൊക്കെ അതിന്റെ മാറ്ററുകളൊക്കെ തീർന്നു. ഏതായാലും ഉസ്താദ് എണീക്കുന്നില്ല. അപ്പൊ എന്റെ വന്യരായ ഗുരുനാഥൻ തിരുവള്ളൂർ മുഹമ്മദ് കുട്ടി ഉസ്താദ് അവറുകൾ എന്നെ വിളിച്ചാണ്ട് പറഞ്ഞു, ഹംസകോയ നമ്മളിപ്പോ എന്താ ചെയ്യാ, നമ്മൾ ഇതിനൊരു പരിഹാരം കാണണല്ലോ, വിളിച്ചിട്ട് എണീക്കണില്ല. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ചെറിയൊരു പരിപാടി, ഒരു പൊടിക്കൈ പ്രയോഗിച്ചു നോക്കാം, ചിലപ്പോ ഏറ്റുന്ന് വരും എന്നറിഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ, ഏതായാലും ഞാൻ ഒരുങ്ങാന്ന് പറഞ്ഞാണ്ട് ഞാൻ നേരെ സ്റ്റേജിലേക്കാണ്ട് കയറിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകള് മദീനത്തേക്ക് പോയ വിവരം, അവിടെ വെച്ചാണ്ട് വേദ്യയിലെ വിവരം, ഇതെല്ലാം കൂടിയാണ്ട് പറഞ്ഞപ്പോ ഇതിന് ഉസ്താദിന് പിന്നെ നിൽക്കാൻ കള്ളില്ലാതായി. അവിടുന്ന് കുപ്പായും മുണ്ടൊക്കെ വലിച്ച്, കുപ്പായൊന്നും ഇട്ടിട്ടില്ല, പിന്നെ ഓയിലൊക്കെ വലിച്ച് നേരെ സ്റ്റേജിലേക്ക് ഓടി വന്ന് കണ്ട് ഇങ്ങോട്ട് മാറുക അറിഞ്ഞിന്നോട്. അങ്ങനെ സംഗതി ഏതായാലും ശരിയായി. എന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാക്ക് പോലും വളരെ ആവേശത്തോടെ സ്വീകരിച്ച മഹാനായ ഒരു മനുഷ്യ, ഒരു പ്രവാചക സ്നേഹിയായിരുന്നു ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവർകൾ. മഹാൻ അവർകളുടെ ഹളറത്തിലാണ് നാം ഇന്നുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രവർത്തകരെ ആവേശഭരിതരാക്കുകയും ചെയ്ത മഹാനായ ആ മനുഷ്യന്റെ മധുരിക്കുന്ന സ്മരണകളാണ് നമുക്കിപ്പോഴും ആവേശം പകർന്നു തരുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. കുണ്ടൂരിന്റെ മണ്ണിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ ആദരിച്ചു ബഹുമാനിച്ച ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഷെയ്ഖുന AP ഉസ്താദ് അവർകളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമുക്ക് സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ അല്ലാഹു തആല നൽകിയ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം, അതിന് വേണ്ട ആദരവും ബഹുമാനവും നൽകി അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നാഥൻ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ആ ഷയർ മുബാറക്കിനെ എതിർക്കുന്ന, അതിനെ വിമർശിക്കുന്ന, അതിനെ നിന്ദിക്കുന്ന എല്ലാവരോടും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകി. എനിക്ക് പറയാനുള്ളത്, പ്രസംഗത്തിലൊക്കെ ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിമർശിക്കണം. നമ്മൾ ആ സോപ്പിട്ട ബഹുമാനങ്ങളൊക്കെ കണ്ട് മാറ്റിയിട്ട് ഇന്നത് പറഞ്ഞവൻ ഇന്നവൻ തന്നെ എന്ന് പച്ചയായി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വിമർശനം ആരംഭിക്കണം. എന്നിട്ട് കേൾക്കുന്നവര് ഈ തോന്നിവാസം പറഞ്ഞ വ്യക്തി സമൂഹത്തിലെ ഇന്നവനാണ് എന്ന് മനസ്സിലാക്കി അവനെ കുറിച്ച് പഠിക്കാനും അവനെ വിലയിരുത്താനും ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പാരായണം ചെയ്താൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആ ഫിറഔനെയും ഇബ്ലീസിനെയും അതുപോലെ തന്നെ എല്ലാവരെയും നമുക്ക് വ്യക്തമായി ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് കാണാൻ കഴിയുമല്ലോ.
അതുകൊണ്ടൊന്നും അവര് വലുതാകുന്നൊന്നുമില്ല. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാര്, പരിശുദ്ധ ഖുർആൻ ഷരീഫിനോട് പിൻപറ്റി ഷൈർ മുബാറക്കിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ അവർ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യമായ തിരുകേശം 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് പ്രവാചകൻ വിതരണം ചെയ്തപ്പോൾ അത് ഏറ്റുവാങ്ങിയ മഹാന്മാരായ സ്വഹാബ അത് കിട്ടിയത് അവർ സന്തോഷം സ്വീകരിക്കുകയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ നിന്ന് ലഭിച്ച ഒരു തിരുകേശം എന്റെ കയ്യിലുണ്ട് എന്ന് ഒരു സഹാബി മറ്റൊരു സഹാബിയോട് പറയുമ്പോൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി, നിനക്കതിന്റെ സനദ് എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒച്ചപ്പാടുണ്ടാക്കാനല്ല സഹാബത്ത് ശ്രമിച്ചത്. മറിച്ച് ലൗകാന ഇന്ദി ശൈറത്തും മിൻ ശൈരിഹി ലകാന ഹബ്ബ ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. പ്രവാചകന്റെ മുടിയിൽ നിന്ന് മുടി എന്റെ കയ്യിലുണ്ടാകുന്നത് ദുനിയാവിനേക്കാൾ സർവ്വത്തേക്കാൾ എനിക്ക് തൃപ്തിപ്പെട്ടതാണ്, ഞാൻ സന്തോഷിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ തിരുകേശത്തിന് ആദരവ് പകരാൻ, ബഹുമാനം പകർന്നു കൊടുക്കാൻ ശ്രമിച്ച സ്വഹാബത്തിന്റെ കയ്യിൽ നിന്ന് പരിശുദ്ധമായിരിക്കുന്ന തിരുകേശം ഏറ്റുവാങ്ങുമ്പോൾ സമൂഹത്തിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകന്റെ തിരുകേശം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വന്നിട്ട് ഇവിടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായില്ല, ഒച്ചപ്പാടുണ്ടായില്ല, ഒന്നും തന്നെ ഉണ്ടായില്ല. അതേസമയം നമ്മുടെ വന്യരായ നേതാവ് ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദിന്റെ കയ്യിൽ ഒരു തിരുകേശം വന്നപ്പോൾ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കിയത് എന്റെ അടുത്ത നാട്ടിലുള്ള ഒരു VC ആയിരുന്നു. അദ്ദേഹം വൈസ് ചാൻസലറാണ് എന്ന് പലരും പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് വിഡ്ഢിത്തത്തിന്റെ ചാക്കി എന്നാണ്, ആ VCയുടെ ഫുള്ള് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പലതും ഇവിടെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന പലരും, സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കുന്ന പലരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരോട് പരസ്യമായി അവരെ വ്യക്തിപരമായി തന്നെ എടുത്ത് പറഞ്ഞ് നാം അവർക്കെതിരിൽ പ്രതികരിക്കണം. കഴിഞ്ഞ ആഴ്ച ഒരു മഹാനായ പണ്ഡിതൻ എനിക്കൊരു ബെയ്ത്തുണ്ടാക്കി തന്നു. ഒരു ബെയ്ത്തുണ്ടാക്കിയാണ് എന്നോട് പറഞ്ഞതൊന്ന് ചെല്ലിക്കാറിഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലി. എന്താകുന്നറിയോ? ഓ കുല്ലു മുദില്ലി ശഅരി നബിയ്യി റഹ്മ ലഖദ് ഖസിറു വലൗ ഹിസ്ബൻ സഗീറാ. ഓ കുല്ലു മുദില്ലി ശഅരി നബിയ്യി റഹ്മ. നബിയ്യുർ റഹ്മത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുടിയെ നിന്ദിക്കുന്നവരെല്ലാം ലഖദ് ഖസിറു, അവർ പരാജയപ്പെട്ടു. വലൗ ഹിസ്ബൻ സഗീറ, അത് ചെറിയ ചേരിയാണെങ്കിലും ശരി. മനസ്സിലായോ? ഞാൻ ചോദിച്ചു, എന്ത് ചെറിയ ചേരി എന്ന് പറഞ്ഞ ഒന്നും കൂടി തസ്ഗീറയ്യാൽ. അപ്പോഴാ എനിക്ക് കള്ളി മനസ്സിലായത്, ചെറുശേരിയാണെങ്കിലും ശരി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ സന്തോഷിച്ച് തിരിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടോ ഉസ്താദേന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഒന്നും കൂടി ഉണ്ട്. എന്താ ബാക്കിയുള്ളത്? ജസാ റബ്ബുസ് സമാഇ മുഇസ്സഹുമാ യുസയ്യിറു ഐനഹു ഐനൻ ഖരീറാ. ആ മുടി, അതിനെ ബഹുമാനിച്ച് ആദരിച്ച ആ മഹാനായ മനുഷ്യന്റെ കണ്ണതുകൊണ്ട് കുളിർമയാകുന്ന കാലത്തോളം ആകാശത്തിന്റെ റബ്ബ് ആ മഹാനായ മനുഷ്യന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വരെ ഒരു പ്രാർത്ഥനയും കൂടിയാണ് എന്റെ കൈക്ക് തന്നത്. അപ്പൊ പ്രിയമുള്ള സഹോദരന്മാർ, നമ്മളത് പരസ്യമായി തന്നെ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ആരെ പേടിക്കാൻ എങ്ങനത്തെ ബാക്കി വെക്കണത്? അതിനൊന്നും സമയമില്ല. ഞാൻ ഈ ഉസ്താദുമാരൊക്കെ ബഹുമാനിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നിർത്തുന്നു. അസ്സലാമു അലൈക്കും.